സൈന്യത്തിന്റെ ഓരോ പ്രസ് മീറ്റും അത് നമ്മൾ ഉറ്റുനോക്കുന്നത് പോലെ തന്നെ ലോകരാജ്യങ്ങളും എന്താണ് ഇന്ത്യ ചെയ്യുന്നത് എന്ന കാര്യം, ഈ അവസരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യം ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാക് സൈന്യം ഭീകരർക്കൊപ്പം ചേർന്നു, ഭീകരതയ്ക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ പാക് സൈന്യം അവരുടെ ഭീകരർക്കൊപ്പം നിലയുറപ്പിച്ചു എന്ന കാര്യം കൂടി എടുത്തു പറയുമ്പോൾ പലരോടുമുള്ള പറച്ചിലാണത്. യെസ്, അതാണത്. വളരെ കൃത്യമായിട്ടാണ് ഈ നമ്മുടെ എയർഫീൽഡിലും അതുപോലെ ലോജിസ്റ്റിക്സിലും ടാർഗറ്റ് ചെയ്യുന്ന രീതി ശരിയായ തലത്തിൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. അത് അദ്ദേഹം അവിടെ ഒരു ക്രിക്കറ്റിൻ്റെ പ്രയോഗങ്ങൾ പലപ്പോഴും ഇന്നത്തെ ഈ സൈനിക നേതൃത്വം പ്രയോഗിച്ചു. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. 1970 ആഷസ് മത്സരം നടക്കുമ്പോൾ, ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുമ്പോൾ 2 ഓസ്ട്രേലിയൻ ബൗളർമാർ അവിടെ ബാറ്റിംഗ് ലൈനപ്പ് തകർക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അന്നൊരു ഓസ്ട്രേലിയൻ വാക്യം ഉണ്ടായിരുന്നു, ആഷസ് ടു ആഷസ്, ഡസ്റ്റ് ടു ഡസ്റ്റ് എന്ന്. അതായത് ചാരത്തിൽ നിന്ന് ചാരത്തിലേക്ക്, മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന്. അപ്പോൾ ആ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയും ഈ ആക്രമണത്തിൽ കാണിച്ചത് എന്നാണ്. ഈ ലെയർ തകർത്താൽ, അതായത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിനകത്തേക്ക് കടന്നാൽ അവിടെ ഒരു കൃത്യമായൊരു പ്രതിരോധം ഇന്ത്യ ഏർപ്പെടുത്തുന്നു. അവിടെ ഒരു ഗ്രിഡ് സിസ്റ്റം ഉണ്ട്, അത് നിങ്ങളെ തിരിച്ചാക്രമിക്കും എന്ന വളരെ കൃത്യമായൊരു പ്രയോഗം അവിടെ നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പഴയ ഒരു പ്രയോഗം, ക്രിക്കറ്റിലെ പ്രയോഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കരസേന, അതുപോലെ വ്യോമസേന DGമാർ, മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ DGമാർ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയുന്നു. ഇത് ഇന്ത്യയുടെ ഒരു ഉറച്ച നിലപാടാണ്. ഇത് തീവ്രവാദത്തിനെതിരെ സന്ധിയില്ല പോരാട്ടമാണ്. എന്ത് വില കൊടുത്തും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് ഏറ്റവും മികവാർന്ന ഒരു സംവിധാനം രാജ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനങ്ങൾ കൊണ്ട് വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, ഓൾ അവർ പൈലറ്റ്സ് ആർ ബാക്ക് ഹോം, എല്ലാവരും വളരെ സുരക്ഷിതരായി മടങ്ങി വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സ്വാഭാവികമായും ചില ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചില ആക്രമണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചില ലോജിസ്റ്റിക്കൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ കേന്ദ്രത്തിലേക്ക് വലിയ ശക്തമായ പ്രഹരമേൽപ്പിക്കുന്നതിന് ഇന്ത്യക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ നൂർഖാൻ എയർബേസിലും അതുപോലെ റഹീം യാർ ഖാൻ എയർബേസിലും അവിടെ തകർക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ലാഹോറിൽ റഡാർ സംവിധാനം വളരെ കൃത്യമായി തകർക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രോൺ ആക്രമണം നടത്തുന്നതിനും അതുപോലെ ഇന്ത്യയിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നതിനും ഫൈറ്റർ ജെറ്റുകൾ അല്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു റൺവേ ആയി ഉപയോഗിച്ചിരുന്ന ഈ നൂർഖാൻ എയർബേസും റഹീം യാർ ഖാൻ എയർബേസും ഒക്കെ ആക്രമിക്കുമ്പോൾ ഇന്ത്യ ഇസ്ലാമാബാദിലേക്കും റാവൽപിണ്ടിയിലേക്കും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അത് നമുക്കറിയാം, ഇസ്ലാമാബാദ് അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രധാന തലസ്ഥാനം എന്ന നിലയിൽ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള സ്ഥലമാണ്. ചക്ലാല തൊട്ടടുത്ത അവിടുത്തെ എയർബേസ് ആക്രമിക്കപ്പെട്ടു. അതോടൊപ്പമാണ് ഈ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിൽ അവിടുത്തെ കരസേനാ മേധാവിയുടെ ഓഫീസിന് സമീപത്തേക്ക് വരെ ആക്രമണം തൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം സേനാ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇത് ഒരു ടഫ് ഫൈറ്റ് എന്ന നിലയിൽ ഇതിന് സൈന്യം സജ്ജമാണ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം DGമാർ ചുരുക്കുന്നത്. അതായത് ഇനിയൊരു ആവശ്യം വന്നാൽ അടുത്ത ദൗത്യത്തിന് ഉള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അടുത്ത ദൗത്യം എന്ന് കേൾക്കേണ്ട താമസം, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോഴേ നടത്തിക്കഴിഞ്ഞു എന്ന് സൈന്യം വ്യക്തമാക്കുന്നു. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു മറുപടി പാകിസ്ഥാന് നൽകാൻ കഴിഞ്ഞു. ഇനി DGMOമാരുടെ ചർച്ചകൾ നടക്കും. സ്വാഭാവികമായും അതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമാധാനത്തിൻ്റെ നീക്കം ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. അങ്ങനെ വന്നാൽ ഒരു തർക്കം അല്ലെങ്കിൽ രാജ്യങ്ങൾ തീർച്ചയായും മനു, അത് തന്നെയാണ്. നമ്മൾ സജ്ജമാണ്, നമ്മൾ സുസജ്ജമാണ്, ശക്തരാണ് നമ്മൾ എന്ന് ആവർത്തിക്കുകയായിരുന്നു സൈന്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അവരുടെ വാക്കുകളിലേക്ക്. Yesterday we had a detailed brief on the successful joint operations
that were carried out to destroy the terror infrastructure in Pakistan-occupied Jammu and Kashmir, as well as in Pakistan itself. We also iterated that our fight was with terrorists and their support infrastructure and not with Pakistan military. However, it is a pity that the Pakistan military chose to intervene and bat for the terrorist, which compelled us to respond in kind. दोस्तों, हमारी लड़ाई आतंकवाद और आतंकवादियों के खिलाफ थी। इसलिए 7 मई को हमने केवल आतंकवादी ठिकानों पर ही हमला किया था। पर अफसोस इस बात का है कि पाकिस्तानी सेना ने आतंकवादियों का साथ देना उचित समझा और इस लड़ाई को अपनी लड़ाई बना ली। इस परिस्थिति में हमारी जवाबी कार्यवाही अत्यंत आवश्यक थी और इसमें उनका जो भी नुकसान हुआ वे खुद इसके लिए जिम्मेदार। In fact, 2 of them, this is a strike on the Noor Khan Air Base. And you can see the effect. I'm sure most of you have seen the video. I have also picked it up from your sources only. And this is the aftermath of our strike at Rahim Yar Khan Air Base. You can see the massive crater that it has left on its runway. And you can see the pinpoint accuracy of our weapons. അതാണ് ഇത്തരത്തിൽ മനു തുടരുന്നുണ്ട്. മനു, ഇത്തരത്തിൽ എവിടെയൊക്കെ ഏത് സമയത്ത് എങ്ങനെ ആക്രമിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഈ ചിത്രങ്ങളടക്കം കൂടുതൽ പങ്കുവെക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ തള്ളിപ്പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം ഒരു മറുപടി ആയിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. യെസ്, അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കുറെ കൂടി ഈ സൈനിക മേധാവികൾ കുറെ കൂടി സ്ട്രെസ് ഫ്രീ ആയി അവരുടെ ഒരു വലിയ വിജയം നേടിയതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പല പ്രയോഗങ്ങളും ഇപ്പോൾ അല്പം മുമ്പ് തന്നെ നമ്മൾ ആ പ്രയോഗം ഒന്നും കൂടി കേട്ടു. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു, ബാറ്റിംഗ് ഫോർ ടെററിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പഴയ ഒരു ആഷസ് മത്സരത്തിലെ ഒരു സാഹചര്യം കൂടി സൈനികർ പറയുന്നു. അതായത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ബാറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് ബാറ്റിംഗ് ഓർഡർ തകർക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ അത് അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഇഫ് തോമോ ഡസിൻ ലില്ലി മസ്റ്റ് എന്ന ഒരു പ്രയോഗം അന്ന് ഉണ്ടായിരുന്നു. അതായത് ജെഫ് തോമസിന് അത് കഴിഞ്ഞില്ലെങ്കിൽ ഡെന്നിസ് ലില്ലിക്ക് അത് കഴിയുമെന്ന്. അങ്ങനെയുള്ളൊരു മൾട്ടി ലെയർ സംവിധാനം, ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സംവിധാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത സംവിധാനം അവിടെ ശക്തമായി ഇറങ്ങുന്നു എന്നാണ്. അപ്പോൾ ഇതൊരു ക്രിക്കറ്റ് 70s ഒരു ക്രിക്കറ്റ് സാഹചര്യം വെച്ചുകൊണ്ടാണ് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അടുത്താൽ അത് തകർക്കുക എന്നുള്ള തരത്തിൽ. അപ്പം ആ ഒരു രീതിയിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് സംവിധാനം നമുക്കുണ്ട്. ഒരു സംവിധാനം രക്ഷപ്പെട്ടാൽ അടുത്ത സംവിധാനം അത് തടയും, ആ ആക്രമണങ്ങൾ തടയും എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാങ്കേതിക മികവാണ് സൈന്യം വളരെ എടുത്തു പറയുന്നത്. ഒപ്പം നമ്മുടെ INS വിക്രാന്ത് പോലുള്ള വലിയ സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒരു പടക്കപ്പൽ, അത് ഫ്ലൈറ്റുകൾക്ക് ഇറങ്ങാനും പറന്നുയരാനും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനം, കടലിന് നടുവിലെ ഒരു വലിയ ഇന്ത്യയുടെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വലിയൊരു സംവിധാനം ഇന്ത്യക്ക് അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ അവിടെ നിന്ന് ശക്തമായ ഒരു വെല്ലുവിളി കടലിൽ നിന്ന് ഉയർത്തുമ്പോൾ കരയിൽ നിന്ന് വ്യോമസേന കരയിൽ നിന്ന് ഇന്ത്യയുടെ സേന ആക്രമണം ഉണ്ടാകുന്നു, വ്യോമസേന ആകാശമാർഗം ആക്രമിക്കുന്നു. അങ്ങനെ എല്ലാ വശത്തു കൂടെയും പാകിസ്ഥാനെ